ഈ കാണുന്നത് കല്യാണ സദ്യക്കുള്ള പന്തിയോ അല്ലെങ്കിൽ സമൂഹ സദ്യ നടക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ ഇന്നത്തെ തിരുവോണ സദ്യ കഴിക്കാൻ വന്നവരുടെ തിരക്കാണ്. ഹലോ ഗൈസ്, അമീനാണ്. അങ്ങനെ ഒരു തിരുവോണം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവോണത്തിന് ഓണക്കോടി എടുത്താലും എന്തൊക്കെയായാലും നല്ലൊരു സദ്യ കഴിച്ചില്ലെങ്കിൽ ഓണം കളർഫുള്ളാക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനെ ഞാനും നല്ല ഒന്നാന്തരം തിരുവനന്തപുരം സദ്യ കഴിച്ചു. ഒരു പക്ഷേ ഏറ്റവും മികച്ച സദ്യ തിരുവനന്തപുരത്തിൻ്റെതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് ഒന്ന് പറയണേ. അങ്ങനെ പരിപ്പ് വന്നു, കുത്തരിച്ചോറിലേക്ക് പരിപ്പൊഴിച്ചു, രണ്ടാമത് സാമ്പാർ വന്നു. ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പായസത്തിൻ്റെ വരവായിരുന്നു. ആദ്യം അടപ്രഥമനാണ് വന്നത്. നന്നായിട്ട് പഴം കുഴച്ച് കഴിച്ചു. പിന്നീട് കടലപ്രഥമൻ. മൂന്നാമത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഐറ്റമായ നെയ്ബോളിയും അതിൻ്റെ കൂടെ അമ്പലപ്പുഴ പാൽപ്പായസവും. അമ്പലപ്പുഴ പാൽപ്പായസം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക, അതൊന്ന് കോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിച്ച് നമ്മളിങ്ങനെ വായിലോട്ട് വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. വായിൽ വെള്ളം ഊർന്നു. പിന്നീട് പുളിശ്ശേരി വന്നു, രസം വന്നു, മോര് വന്നു. മോരിന് ചെറിയ തണുപ്പുണ്ടായിരുന്നു. രസവും മോരും ഒക്കെ കുടിച്ചിട്ടും ആ പായസത്തിൻ്റെ അങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തൊടുകറിയായിട്ട് കിട്ടിയ നാരങ്ങ പുളി ഇങ്ങനെ തൊട്ട് നക്കി ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ചെറിയ പുളിപ്പും ചെറിയ കയ്പും ഒക്കെ ആയിട്ട്. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള അൽസാജ് ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഈ ഒരു സദ്യ കഴിച്ചത്. എല്ലാം വളരെ ഗംഭീരമായിരുന്നു. എടുത്തു പറയേണ്ടത് തൊടുകറികളും അതുപോലെ പായസവും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അല്ലമീൻ തഹ വ്ളോഗ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പുതിയ വീഡിയോകൾ വരുന്നുണ്ട്, അപ്പോൾ സ്റ്റേ ട്യൂൺ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.